ചാനൽ ചർച്ച കുറച്ച് കൂടുന്നുണ്ട്, ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി. പറയട്ടടാ, ഇന്നത്തെ കാലത്ത് ചുളിവില് ഫേമസ് ആവാൻ നല്ലത് ഈ ചാനൽ ചർച്ചയാ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായി കിടക്കുന്നതാണ്. ഇവിടെ SFI എത്ര പ്രാവശ്യം ആരെയൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ടോ അവരെയൊക്കെ തിരിച്ച് എടുത്ത ചരിത്രം നമുക്കറിയാം. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഒരു ചെറുപ്പക്കാരൻ നിസാം എന്ന് പറയുന്ന ലോ കോളേജിലെ വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ കയറി കിഡ്നാപ്പ് ചെയ്ത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഹോസ്റ്റൽ കയറി കിഡ്നാപ്പ് ചെയ്ത് ആക്രമിച്ച വധശ്രമ കേസിലെ പ്രതിയായിരുന്നു ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ. ഇത് കമ്മീഷണർ സാർ വെറുതെ പറയല്ല, പണ്ട് മഹാ ചെറ്റായിരുന്നു സാറ്. ASFന്റെ സംഘടനയിലെ വിദ്യാർത്ഥിനി നേതാവിനെ, വനിതാ നേതാവിനെ MG യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് പരസ്യമായി മാധ്യമങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. എടുത്തു ചാടി ചവിട്ടിയിട്ട് പരസ്യമായി ചീത്ത, അത് ജാതീയമായി പോലും അധിക്ഷേപിച്ച ആ വ്യക്തിയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി. സമ്പൂർണ്ണ ചാറ്റരുത ആദ്യം പറഞ്ഞ കേസിൽ ജയിലിൽ കിടക്കുമ്പോഴാണ് പത്മശ്രീ പുരസ്കാരം ഒക്കെ കൊടുക്കും പോലെ ആ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ സംസ്ഥാന SFIയുടെ സെക്രട്ടറി ആയിട്ട് ഇവർ അവരോധിച്ചത്. ഇപ്പോ ഇവർ തള്ളി പറയുന്നതും ഏറ്റെടുക്കുന്നതും ഒക്കെ എന്താണ് എന്നുള്ളത് സംസ്ഥാന SFIയുടെ സെക്രട്ടറിയുടെ ഉദാഹരണം മാത്രം എടുത്താൽ നമുക്ക് മനസ്സിലാവും. വയനാട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് SFIയുടെ മുഴുവൻ ജില്ലാ കമ്മിറ്റിയും പിരിച്ചുവിട്ടു. എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാവരും മാറണം, എല്ലാവരും പിരിഞ്ഞു പോകണം. വിത്തിൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ ആ ജില്ലാ കമ്മിറ്റി മുഴുവൻ റീഇൻസ്റ്റേറ്റ് ചെയ്തു എന്നത് മാത്രമല്ല ആ അന്ന് സസ്പെൻഡ് ചെയ്ത എല്ലാ ഭാരവാഹികളെ SFIയിൽ തിരിച്ചെടുത്തു. ഏകശില ക്യാമ്പസുകളായി SFI എവിടെയൊക്കെ ഭരിക്കുന്നുണ്ടോ അവിടെയൊക്കെ അലിഖിത നിയമമുണ്ട്. എനിക്ക് ഉറപ്പാണ് ഉണ്ടെന്ന്. എനിക്ക് കാണും ഉണ്ട് ഉണ്ട്. അതെ, അതിനിപ്പോ എന്താ? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അലിഖിത നിയമമുണ്ട്. മഹാരാജാസ് ഹോസ്റ്റലിൽ അലിഖിത നിയമമുണ്ട്. നിങ്ങൾ ആ ഹോസ്റ്റലിന്റെ ചിത്രം നിങ്ങൾ എടുത്തതാണ്. ഓരോ മുറിയുടെ മുമ്പിലും ഒരു പേരെഴുതി വെച്ചേക്കുകയാണ്. ആ പേരെഴുതി വെച്ചേക്കുന്ന വ്യക്തി ആ കോളേജിൽ പഠിക്കുന്ന ആളല്ല, മറിച്ച് SFIയുടെ ഒരു നേതാവിന്റെ പേര്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. പുറത്തുനിന്നുള്ള വ്യക്തിയുടെ പേരാണ്, അവന്റെ റൂമാണ് അത്. അവന്റെ മാതാപിതാക്കൾക്ക് സ്ത്രീധനം കിട്ടിയ വകയായതുകൊണ്ടല്ല. SFIയുടെ അലിഖിത നിയമമായതുകൊണ്ട് ഈ മുറി ഇന്ന SFI നേതാവിന് വേണ്ടി അവന്റെ സ്വൈര വിഹാരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല. ആ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവന്റെ അനുവാദം കൂടാതെ മുറിയിൽ കയറാൻ പറ്റില്ല. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ലോ. ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇരുന്നപ്പോഴാണ് നിസാം എന്ന് പറയുന്ന എറണാകുളം ലോ കോളേജിലെ വിദ്യാർത്ഥിയെ ആർഷോ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ച് ഇഷ്ടം പോലെ കിട്ടാറുണ്ട്.